12-ാം അധ്യായം 1-ാം വാക്യം. എഫ്രൈമ്യർ യുദ്ധത്തിനൊരുങ്ങി. അവർ സാഫോണിലേക്ക് ചെന്നു. ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ചോദ്യം: യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈംകാർ എവിടേക്കാണ് ചെന്നത്? ഉത്തരം: സാഫോണിലേക്ക്. ചോദ്യം: അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജെഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം: എഫ്രൈംകാർ. 2-ാം വാക്യം. ജെഫ്ത അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ചോദ്യം: ആര് ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഉത്തരം: ജെഫ്ത എഫ്രൈംകാരോട്. 3-ാം വാക്യം. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്ന് കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ? ചോദ്യം: എഫ്രൈംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമ്മോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജെഫ്ത പറഞ്ഞത്? ഉത്തരം: തൻ്റെ ജീവൻ കയ്യിലെടുത്ത്. 4-ാം വാക്യം. ജെഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്ത്, ഗിലെയാദുകാർ എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട് ഗിലെയാദുകാർ അവരെ തകർത്തു കളഞ്ഞു. ചോദ്യം: ജെഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? ഉത്തരം: എഫ്രൈമിനോട്. ചോദ്യം: ഗിലെയാദുകാർ എഫ്രൈംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത്? ഉത്തരം: ഗിലെയാദുകാർ എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞു. 5-ാം വാക്യം. എഫ്രൈംകാരോടെതിർത്ത് ഗിലെയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈംകാരനാണോ എന്ന് ഗിലെയാദുകാർ ചോദിക്കും. ചോദ്യം: എഫ്രൈംകാരോടെതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തതെന്ത്? ഉത്തരം: ജോർദാൻ്റെ കടവുകൾ. ചോദ്യം: എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നതെന്ത്? ഉത്തരം: നീ ഒരു എഫ്രൈംകാരനോ?